നമ്മളിപ്പോഴൊരു ദുരന്തമുഖത്താണ്. വയനാട് സമാനതകളില്ലാത്തൊരു ദുരന്തത്തിലേക്ക് ആണ്ടുപോയെന്ന് കേട്ട നിമിഷം മുതൽ അവിടുത്തെ മനുഷ്യരെയോർത്ത് ആകുലപ്പെട്ടവരാണ് നമ്മൾ. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നവർ. ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചെന്ന് അറിഞ്ഞ നിമിഷം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓരോ മനുഷ്യരും തന്നെ കൊണ്ടാവുന്നത് സംഭാവന ചെയ്യാൻ തുടങ്ങി. മണിക്കൂറുകൾ കൊണ്ട് 4ഓളം ട്രക്കുകളിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് സാധനങ്ങൾ എത്തി. സോഷ്യൽ മീഡിയയിൽ വയനാടിനു വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യർ ക്യാമ്പയിനുകൾ തുടങ്ങി. ഒന്നും ആരും പറഞ്ഞിട്ടല്ല, നമ്മളിത് ചെയ്യണമെന്ന് നമ്മൾക്കറിയുന്നത് കൊണ്ടാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറയുന്ന, കുന്നിക്കുരു പോലെ കുട്ടിവെച്ചതൊക്കെ CMDRFിലേക്ക് സംഭാവന ചെയ്യുന്ന, തങ്ങളുടെ കടകളിലുള്ള വസ്തുക്കളൊക്കെ പാക്ക് ചെയ്ത് അയക്കുന്ന മനുഷ്യർ, ദുരന്തമുഖത്തേക്ക് ഓടിയെടുത്ത യുവജന സംഘടനകൾ, സന്നദ്ധ പ്രവർത്തകർ, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചൂരൽമലയിൽ ഉൾപ്പെടെ വൈദ്യുതി തിരിച്ചെത്തിച്ച KSEB അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ, അമാനുഷികമെന്ന് കരുതിയതൊക്കെ സാധ്യമാക്കിയെടുക്കുന്ന ഇന്ത്യൻ സൈന്യം, പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, ഓഫ് റോഡ് വാഹന ഉടമകൾ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ര മനുഷ്യർ ഇപ്പോഴും തങ്ങളുടെ സഹജീവികൾക്ക് വേണ്ടി നിസ്വാർത്ഥമായി നിലയുറപ്പിക്കുന്ന കാഴ്ച. ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യർക്കും, ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ എല്ലാ സ്വപ്നങ്ങളുടെയും നിറം മങ്ങിയ അവരുടെ പ്രിയപ്പെട്ടവർക്കും, കൺമുന്നിൽ ഒരു ദുരന്തം കണ്ട് പകച്ചു നിൽക്കുന്ന നമ്മുടെ സഹജീവികൾക്കും വേണ്ടി നമ്മളെ കൊണ്ടാവുന്നതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന് ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതിലേക്ക് വരുന്ന ഓരോ രൂപയും കൗണ്ട് ചെയ്യപ്പെടും. വയനാടിനെ നമ്മൾക്ക് എത്രയും വേഗം പഴയ ചിരിക്കുന്ന വയനാടാക്കി മാറ്റേണ്ടതുണ്ട്. നമ്മുടെ നാടിന്റെ പലയിടങ്ങളിലായി ദുരിതം അനുഭവിക്കുന്ന ഓരോ മനുഷ്യരുടെ അടുത്തേക്കും നമ്മളുടെ കൈകൾ നീളേണ്ടതുണ്ട്. നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും. ഇതിനു മുന്നേയും നമ്മുടെ നാടിനും മനുഷ്യർക്കും വേണ്ടി നമ്മളത് ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ളിടത്തോളം കാലം നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും.